എൻ്റെ ഈ കൈകളിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ പോകല്ല അച്ഛാ, ഒന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത് നിന്നിരുന്ന മൂത്ത മകൻ്റെ ഭാര്യ അമ്മയോട് പറയുന്നുണ്ട്, അമ്മനെ ഇന്നലെ ഞാൻ പള്ളിയിൽ കൊണ്ട് കുമ്പസാരിപ്പിച്ചല്ലേ, ഈ ഒരു ദിവസം കൊണ്ട് അമ്മ വീണ്ടും പാപം ചെയ്താന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, അതല്ല, നിങ്ങളൊന്ന് പുറത്തോട്ട് പോയാൽ എനിക്ക് അച്ഛനോട് ഒന്ന് കുമ്പസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ചു. ഞാൻ കുമ്പസാരിപ്പിക്കാൻ ഉള്ള ഒരുക്കത്തിൽ അമ്മയുടെ അടുത്ത് ഒരു കസേരയിലിരുന്നപ്പോൾ അമ്മ പറഞ്ഞു, അച്ഛാ കുമ്പസാരിക്കാനൊന്നുമല്ല, മക്കളെയൊക്കെ ഒന്ന് പുറത്തേക്ക് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച ഒരു സൂത്രം മാത്രമാണ്. അച്ഛാ കുമ്പസാരമല്ല അച്ഛാ എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം അമ്മ എൻ്റെ അടുത്ത് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. അച്ഛാ, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ വേദന ഏതാണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളൊരു കാര്യമാണോ, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് പ്രസവ വേദനയാണ്. അപ്പോൾ ഞാനതിന് എന്നാൽ കഴിയുന്ന രീതിയിൽ മറുപടി കൊടുത്തു. അപ്പം അമ്മ പറഞ്ഞു, ശരിയാണ് അച്ഛാ, പക്ഷെ ഒരു അമ്മയുടെ വേദന എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ അമ്മ തന്നെ പറഞ്ഞൊരു മറുപടി ഇങ്ങനെയാണ്, അച്ഛാ, ഒരമ്മയുടെ ഒരു വലിയ വേദന എന്ന് പറയുന്നത് ആ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അമ്മ ജന്മം കൊടുത്ത മക്കൾ ആരെങ്കിലും മരണപ്പെടുക എന്ന് പറയുന്നത് ആ അമ്മയുടെ വലിയൊരു വേദനയാണ്. അത് പ്രസവ വേദനയേക്കാളും വേദനയാണ് അച്ഛാ. കാരണം പ്രസവ വേദന കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ മറന്നുപോകും. പക്ഷേ ഈ വേർപാടിൻ്റെ വേദന അത് മറന്നു പോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാലം ഒരുപാട് കഴിഞ്ഞാലും അതിങ്ങനെ ഉള്ളിലിങ്ങനെ വേദനയോടെ കിടക്കും. കാരണം അമ്മയുടെ ഒരു മകള് ഏതാണ്ട് ഒരു 22-23 വയസ്സുള്ളപ്പോൾ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടിട്ടുണ്ട്. ആ ഒരു സങ്കടമാണ് അമ്മ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഞാനുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മയെ ഇങ്ങനെ ആശ്വസിപ്പിക്കാനായിട്ട് പോകുമ്പോൾ അമ്മ 3ാമത്തെ ഒരു ചോദ്യം കൂടെ ചോദിച്ചു, അച്ഛാ, അതിനേക്കാളും വലിയ ഒരു വേദനയുണ്ട് ഓരോ അമ്മയ്ക്കും, അതെന്താണെന്ന് അറിയാൻ വെച്ചാൽ. ഞാൻ എന്താണെന്നറിയാതെ ഇങ്ങനെ കുറച്ചു നേരം നിശബ്ദനായി ആ അമ്മയുടെ മുമ്പിൽ നിന്നപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, അച്ഛാ, ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ വേദന പ്രസവ വേദനയാണെന്ന് നമ്മളെല്ലാവരും പറയും. പക്ഷെ അത് കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ മറന്നുപോകും. അതുകൊണ്ട് ആ വേദന സുഖകരമായൊരു നൊമ്പരായിട്ടാണ് ഞങ്ങൾ സ്ത്രീകൾ കാണാറുള്ളത്. പിന്നീട് ഞാൻ അച്ഛനോട് തന്നെ പറഞ്ഞു, ഏറ്റവും വലിയ ഒരു അമ്മയുടെ വേദന എന്ന് പറയുന്നത് ആ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മകനോ മകളോ മരണപ്പെട്ടു പോകുമ്പോഴാണ്. ശരിയാണ്, ഭയങ്കരമായൊരു വേദനയാണ്. പക്ഷേ എങ്കിലും ആ അമ്മ ആ മകളുടെ മകൻ്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത് മനസ്സിനൊരു സന്തോഷം പകരുകയും ആ മകള് അല്ലെങ്കിൽ ആ മകൻ എൻ്റെ പ്രാർത്ഥനയിലൂടെ സ്വർഗത്തിലേക്ക് കയറിപ്പോയി എന്ന ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ആ വേദനയും എനിക്കൊരു പരിധിവരെ മറക്കാനായിട്ട് സാധിക്കും അച്ഛാ. പക്ഷേ വേറൊരു വേദന അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ല അച്ഛാ. അത് വേറൊന്നുമല്ല, അമ്മ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്കിടയിൽ ഭിന്നതയുണ്ടായാൽ, ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നാൽ അതിലും വലിയ വേദന വേറൊന്നില്ല അച്ഛാ.